തവളയില്ലേ, തവള ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ബയോളജിയിൽ എടുത്ത് കീറിയിട്ടും ഉണ്ടാവും. പക്ഷേ ഈ തവള പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ബോയിലിംഗ് ഫ്രോഗ് സിൻഡ്രോം അല്ലെങ്കിൽ ഫ്രോഗ് തിയറി എന്നൊക്കെ പറയും. ഒരുപാട് കേട്ടിട്ടുണ്ടാവും, പക്ഷേ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു എന്നതിലാണ് പോയിന്റ്. നമ്മൾ ഒരു തവളയെ ചൂടുവെള്ളത്തിലേക്ക് എടുത്തിട്ട് എന്ത് സംഭവിക്കും? അത് ഓടിച്ചാടി രക്ഷപ്പെടും അല്ലേ? അതേസമയം തണുത്ത വെള്ളത്തിലേക്ക് നമ്മൾ ആദ്യം ആ തവളയെ ഇടുകയാണ്, അത് രക്ഷപ്പെടില്ല. വളരെ കൂളായിട്ട് കംഫർട്ടായിട്ട് ആ സോൺ ക്രിയേറ്റ് ചെയ്യും. ചൂടുവെള്ളത്തിലേക്ക് ബോയിൽ ആകുമ്പോൾ അല്ലെങ്കിൽ ചൂടാകുമ്പോൾ തവള അതിനനുസരിച്ചിട്ട് അതിൻ്റെ ശരീരത്തിൻ്റെ താപനില അഡ്ജസ്റ്റ് ചെയ്യും. അവിടെ അഡ്ജസ്റ്റ് സോണിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ആ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഊർജ്ജം, എനർജി എല്ലാം ആ തവള അവിടെ വിനിയോഗിച്ചു കഴിഞ്ഞു എന്ന് പറയാം. പാവം, അത് മരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് നമ്മൾ മനുഷ്യർ. മോശം ബന്ധങ്ങൾ ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മളും അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാണെന്ന് സ്വയം വിലയിരുത്താൻ സാധിക്കുന്നെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെട്ടോളൂ. മറക്കാതിരിക്കുക, സമയം ഒന്നിനെയും കാത്തിരിക്കില്ല. വെള്ളം തിളയ്ക്കുന്നതിന് മുൻപ് ചാടാൻ ശ്രമിക്കണം. കംഫർട്ടബിൾ സോൺ തകർത്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കണം. മറക്കരുത് കേട്ടോ. സ്റ്റേ ഹാപ്പി.